വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു പുതിയ ട്രെയിലർ റിയാക്ഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ദുരന്തർ സിനിമയുടെ പാർട്ട് 2 ദ റിവെഞ്ച് ദുരന്തർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ട്രെയിലർ നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ നമ്മുടെ ദുരന്തർ എന്താ ഞാൻ തിയേറ്ററിലും കാണാൻ പറ്റില്ല, എനിക്കൊന്നും സമയം കിട്ടില്ല, എനിക്കെന്തോ തിരക്കായിരുന്നു, അപ്പൊ അതുകൊണ്ട് കാണാൻ പറ്റില്ല. ഞാൻ OTT വന്നിട്ട് കണ്ടോ എനിക്ക് അടിപൊളി പടം എന്ന് പറഞ്ഞാൽ കീട്ടിലും പടം, ഒരു രക്ഷയില്ലാത്ത പടം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഈ അടുത്ത് കണ്ട ബോളിവുഡിലെ ഏറ്റവും അടിപൊളി സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് എന്ത് രസമായിട്ട് 3.5 മണിക്കൂർ പടം, 3.5 മണിക്കൂർ പടം ആ പാട്ട് പോലും ഒരു പൊടിക്കോലും അടിച്ചു കളയാൻ പറ്റാണ്ട് ഇരുന്ന് കണ്ട സിനിമയായിരുന്നു. ഞാൻ ബോളിവുഡോടല്ലേ ഇവനെ പാട്ടൊക്കെ അടിച്ചു കളയാൻ കാണാറ്. ഇത് ഞാൻ അത്രയ്ക്ക് എൻജോയ് ചെയ്തുകൊണ്ട് പടമാണ്. അപ്പൊ അതിന്റെ കമ്പാർട്ട്മെന്റ് കട്ട വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ടോക്സിൻ റീൽസിട്ട് മാറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത ഈടൊപ്പാണ് ഇപ്പൊ സിനിമ ഇറങ്ങുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ട്രെയിലർ കാണാം. നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഓക്കെ, എന്നെ ചില സീനുകളൊക്കെ കണ്ട ഞാൻ ഓ വയലൻസ് എന്നൊക്കെ പറഞ്ഞാണല്ലോ മോനെ. എന്ത് ലുക്കാണ് പുള്ളിക്ക് രൺവീർ സിംഗിന്. അയ്യോ, എന്നെ കിടിലം പാട്ടാണോ ഇതിന്റെ പാർട്ട് പണിന് കിടിലം പാട്ടുണ്ട്. തുടക്കം തന്നെ എന്ത് രസമാക്കാന്നറിയോ. Introducing Jaskirat Singh. रो क्यों रहा है लाले? तूने सुना नहीं? क्या दर्द है? Nick the man. Oh, इधर साढ़े पुल्ले का पिलेंगा ना. हिंदुस्तानी काफिर का सर काटकर मुशर्रफ के दस्तरखान पर रखा था मेजर इकबाल ने। खुदा कसम, अब एक और हिंदुस्तानी सर काटकर मुरीद के मीनार से लटकाऊंगा। Oh yeah, no scene, है ना? Oh. ഡയറക്ടർ ഉറി എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ട പടം പറയാ ഉറി. ഓ എന്നെ വയലൻസ് അവിടെ ഓ ഏറ്റവും വയലൻസ് അവിടെ अब हिंदुस्तान तय करेगा। ഇതാണ് ട്രെയിലർ. എന്റെ മോനെ ഡയറക്ടർ ബൈ ആദിത്യ ദ്യാർ. മാർച്ച് 19. जरवारी साहब, आपने बतखें तो बड़ी सफेद पाल रखी है अपने फार्म हाउस में. या बटक्स आर रियली वाइट. ഓക്കെ, ഏറ്റവും പിന്നെ കിട്ടില്ല ട്രെയിലർ. ഞാനത് ഉറി സിനിമ തന്നെ ഞാൻ ശരിക്കും ഭയങ്കര രോമാഞ്ചം വന്ന് ഉറി കണ്ടിട്ട്. എനിക്കതിൽ ഇന്റർവ്യൂലാകുമ്പോ മരിച്ചു കഴിഞ്ഞിട്ടുള്ള എന്റെ സീനെ കണ്ടുകൊണ്ടല്ലോ എന്റെ പുനു നമ്മളൊക്കെ ശരിക്കും ഞാൻ കരഞ്ഞ സീനെ കണ്ടിട്ട്. ഇത് ഈ സിനിമയിൽ ആ ബോംബ് ആദ്യത്തെ പാർട്ടിലെ ബോംബ് വെച്ചിട്ട് രൺവീർ സിംഗിന്റെ ഫേസിലെ മാറ്റം കണ്ടിട്ടുണ്ടല്ലോ എന്റെ മോനെ. അതൊക്കെയാണ് സിനിമ. അതൊക്കെ ഭയങ്കര ഫീൽ ആവും ഇങ്ങനത്തെ പടം കണ്ടു കഴിയും. കാരണം ഇങ്ങനത്തെ പട്ടാളപടങ്ങളെ കണ്ട് എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഫീൽ ആവും. അപ്പം എന്തായാലും സിനിമ വരുമ്പോൾ എന്തായാലും ഞാൻ കാണും, എന്തായാലും ഉറപ്പായിട്ടും കാണും. കാരണം എനിക്ക് അത്ര കട്ട വെയിറ്റ് ചെയ്തിട്ട് കാണുന്ന സിനിമ ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് പടം അടിപൊളിയായിരിക്കട്ടെ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.